ഞാൻ വന്നു നിന്നെ കാണാൻ. എന്താ സാർ, ആ 65 പോയിന്റ് കേസ് ഇതുവരെ തെളിഞ്ഞില്ല? തെളിയിക്കണം. അതിന് നിന്റെ സഹായം ആവശ്യമുണ്ട്. എന്താടാ? അല്ല, പോലീസ് നായയുടെ സഹായം വേണമെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരു കേസ് തെളിയിക്കാൻ പോലീസുകാർക്ക് ഒരു കള്ളന്റെ സഹായം വേണമെന്ന് കേൾക്കുന്നത് ഇത് ആദ്യമായിട്ടാ. ഗോൾഡ് ഗോപാലിനെ അറിയോ നീ? അറിയും സാർ. നിങ്ങളത് എങ്ങനെയാ? ഞങ്ങൾ ഓരോ ഫീൽഡ് അല്ലേ. അയാൾ ലാർജ് സ്കീം, ഞാൻ സ്മോൾ സ്കീം. എന്താ സാർ? അവന്റെ ഭാര്യയായിട്ട് എങ്ങനെയാ? അയ്യോ സാർ, അന്യന്റെ ഭാര്യ ഒരിക്കലും ആഗ്രഹിക്കില്ല എന്ന് ഞാൻ അച്ഛന്റെ മുമ്പിൽ ഇപ്പോഴും കൂടി കുമ്പസാരിച്ചിട്ട് വന്നോളൂ. അതല്ലടാ, നിനക്ക് അവളെ പരിചയമുണ്ടോ? ഇല്ലേ സാറേ, ഒരു കള്ളനെ ഒരിക്കലും മറ്റൊരു കള്ളന്റെ വീട്ടിലേക്ക് കയറ്റത്തില്ല. നീ പലചരക്കല്ലേ അടിച്ചു മാറ്റുന്നത്? അതിപ്പോ ഏത് ചെറുക്കായാലും അങ്ങനെയൊക്കെ സംഭവിച്ചു പോകും. വണ്ടി കയറ. ശ്യാമളേച്ചി, ശ്യാമളേച്ചി, ശ്യാമളേച്ചിക്ക് എന്നെ മനസ്സിലായില്ലല്ലേ? ഞാൻ ഗോപാലന്റെ അടുത്ത ഗോൾഡ് ഫ്രണ്ട് അല്ലേ? ചേട്ടനോട് ഇല്ല. മനസ്സിലായി? അരിക്കകത്തല്ലേ? ഞങ്ങള് രണ്ടുപേരും കൂടെ ഒരുമിച്ച് പൊക്കിയേ. ചേട്ടനെ വിട്ടില്ലേ? ചേട്ടനെ പുതിയ എസ് ഐക്ക് ഭയങ്കര ഇഷ്ടായി. സംശയം കൊണ്ടേ പുതിയ എസ് ഐ ആളൊരു പുതിയ ചേച്ചിയാ. അപ്പൊ അള്ളുവായിരിക്കല്ലേ? അള്ളില്ല, അങ്ങനെ ഇത് 2 കൊള്ളുമ്പോ ചേട്ടത്തിന് മുള്ളും. ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോ പോലീസുകാർ കാണാണ്ട് ചേട്ടനോട് രഹസ്യം പറഞ്ഞു. ഞാനും വക്കീലുമായിട്ടുള്ള ബന്ധമായിരിക്കും. കുന്തം, ഇവിടെ കുറച്ച് സ്വർണ്ണിരിപ്പില്ലേ? പോലീസുകാർ ചേട്ടനെ കൊണ്ട് തൊണ്ടി എടുക്കാൻ വരാൻ സാധ്യതയുണ്ട്. അതെന്നെ ഏൽപ്പിക്കാൻ പറഞ്ഞു. ഞാനത് വക്കീലിന് കൊടുത്ത് കാശാക്കി ചേച്ചിയുടെ അക്കൗണ്ടിൽ ബാങ്കിൽ ഇട്ടോളാം, ബാലൻസ് ഉണ്ടെങ്കിൽ. ചേച്ചിക്ക് വിശ്വാസമായില്ലല്ലേ? ചേട്ടനത് പറഞ്ഞു. പരിചയക്കാരാണെന്ന് പറഞ്ഞ ആര് ചെന്നാലും ചേച്ചി അത്ര പെട്ടെന്ന് അങ്ങനെ സ്വീകരിക്കില്ല എന്ന്. അതിനാണ് മുദ്രപാത്രം, അല്ല മുദ്രമോതിരം. ടിവിയിലുണ്ട്. അത് ആനവാൽ മോതിരം, സിനിമ. ഇത് ചേട്ടന്റെ മോതിരം. അതല്ല, ടിവിയുടെ അകത്ത് വെച്ചിട്ടുണ്ട്. ടിവിയുടെ അകത്ത് വെച്ചിട്ടുണ്ടോ? അപ്പൊ ഞാനത് എടുക്കണം. ഇപ്പൊ കൊണ്ടുവരാം. പോയിട്ട് കർത്താവേ, സ്വന്തം സഹോദരനെയാണ് ഒറ്റിക്കൊടുക്കുന്നത്. യൂദാസിനോട് പൊറുത്തു പോലെ നീ എന്നോട് പൊറുക്കണമേ. ചേച്ചി, ആ മാലി മോതിരൊക്കെ എടുത്തു വെച്ചാ കിട്ടോ? ആമേൻ. പശുവിന്റെ രൂപത്തിൽ എല്ലാം ഇല്ലെന്ന് നോക്കിയേ. എങ്ങനെയാ നന്ദി പറയണ്ടെന്ന് അറിയില്ല. ഓ, മാഷ് എന്തിനാ നന്ദി പറയുന്നേ? ഇതൊക്കെ ഞങ്ങളുടെ ഡ്യൂട്ടി അല്ലേ? അതെ അതെ, കക്കുക പൊക്കുക ഞെക്കുക, ഇതൊക്കെ അല്ലേ ഞങ്ങളുടെ ഫീൽഡ്. പക്ഷെ ഒന്നുണ്ട്, മാഷയുടെ മോടെ കല്യാണം മുടങ്ങരുതെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അച്ഛാ, ഇത് നമ്മുടെ ഓർണമെന്റ്സ് അല്ല. അല്ല അച്ഛാ. അല്ലെങ്കിൽ ശരിക്കും നോക്കിയേ. ശരിക്കും നോക്കിയതാ. ഇത് ഞങ്ങളുടെ അല്ല. ശരിയാ, ഇതല്ല. നീ ഇതെവിടുന്നാണ് അടിച്ചെടുത്തത്? സാറെവിടുന്നാ ഇത് അടിച്ചെടുത്തത്? എന്റെ വീട്ടിലെ ടിവിക്കുള്ളിന്ന്. ഇത് ചെന്നൈയിലെ ഒരു സിനിമാതരുടെ വീട്ടിൽ നിന്ന് അടിച്ചെടുത്തതാ. വിൽക്കാൻ കൊണ്ടുവന്നപ്പോഴാ ഇമിറ്റേഷൻ ആണെന്ന് അറിയുന്നത്. സ്വർണത്തിൽ സ്പെഷ്യലിസ്റ്റ് ചെയ്ത ഒരു കള്ളന്റെ വീട്ടിൽ അല്പ സ്വർണ്ണം വരുന്നില്ലെങ്കിൽ അതൊരു പരുവക്കാടല്ലേ സാറേ? സാറ് തുറച്ചു നോക്കില്ലായിരുന്നു? ഇപ്പോഴാണ് സാർ ശരിക്കും അടിച്ചു നോക്കുന്നത്. സാർ, ഗോപാൽ എന്താണ് സാർ ഇവിടെ കിടത്തണോ? ഇറങ്ങി വിടറോ. ഇങ്ങനെയാണ് ഇങ്ങനെ പൊക്കി. ഹലോ, വിളിച്ചു വരച്ച് അവഹേളിച്ചതിനും അപമാനിച്ചതിനും മാപ്പ്. സാറിന് പോകാം. ഇനി ഇതുപോലെ അത്യാവശ്യമൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കാൻ മറക്കരുത്. ഇല്ല, സമയം ഉണ്ടെങ്കിൽ വരാം. ഓ, ഗോൾഡ്. അതെ, ചിത്തിക്കര തങ്കുവിന്റെ മോൻ ലുട്ടാപ്പിയുടെ ബർത്ത്ഡേ ആഘോഷത്തിനൊന്നും പോകുന്നില്ലേ? പിന്നെ പോകാതിരിക്കാൻ പറ്റുമോ? അവരല്ലേ ഞങ്ങളുടെയൊക്കെ ഇളമുറത്താൻ വരാൻ. ഗോൾഡ് ബൈ. അതെ, നിന്റെ ചെന്നൈയിലെ സിനിമാ നടിയുടെ ഡ്യൂപ്ലിക്കേറ്റ് ഭണ്ഡാരങ്ങളൊന്നും ഇവിടെ വേണ്ട. എടുത്തോണ്ട് പോ. വേണ്ട. ഗോൾഡ് ബൈ. ആ, താനൊക്കെ എന്തിനാണോ കാക്കിയിട്ട് പോലീസ് എന്ന് പറഞ്ഞ് നടക്കുന്നേ? കട്ടവനെ കിട്ടിയില്ല, കിട്ടിയവനെ കട്ടവനാക്കുന്ന ആ പരിപാടി ഉണ്ടല്ലോ, എന്റെ അടുത്ത് വേണ്ട. നോക്കിയേ, കള്ളനെ പിടിച്ചില്ലെങ്കിൽ എന്റെ തൊപ്പി തീർക്കാൻ തിരക്കിട്ടില്ല, തന്റെയൊക്കെ തൊപ്പിയാ തെറപ്പി. ദിവാകര, എന്താ ചേണ്ടി? എന്താ നീ മനുഷ്യനെ പേടിപ്പിക്കാത്ത കാര്യം പറ. എടാ, എസ് ഐ ജയശങ്കറാണോ നിന്റെ പെങ്ങൾ ആലോചിച്ചു വന്നു? അതെ. എന്നിട്ട് ആലോചന അവിടെ വരെ അങ്ങനെ ഇവിടെ പെണ്ണ് കാണാൻ വന്നിരുന്നു. ഇവിടെ എല്ലാവർക്കും ഇഷ്ടാവും ചെയ്തു. പക്ഷെ അത് മുടക്കാനുള്ള ചില പൊടിക്കൈകൾ ഞാൻ പ്രയോഗിക്കുന്നുണ്ട്. എടാ, പൊടിക്കൈ മാത്രം പോരാ, ഒരു തുമ്പിക്കൈ തന്നെ വേണ്ടി വരും. അതിനു വേണ്ടി നിന്റെ കൂടെ മാക്സിമം ഞാൻ സഹകരിക്കാം. ചേട്ടാ, എന്റെ കുടുംബത്തിൽ ഒരു എസ് ഐ വന്ന് കയറുന്നത് എന്തുകൊണ്ട് നല്ലതാണെന്ന് മുറവിളി കൂട്ടിയിട്ട് ഇപ്പൊ. എടാ, നിന്റെ കുടുംബത്തിൽ എസ് ഐ വന്ന് കയറുന്നത് എന്തുകൊണ്ട് നല്ല തന്നെ. പക്ഷെ എസ് ഐ ജയശങ്കർ നിന്റെ കുടുംബത്തിൽ വന്ന് കയറാൻ പാടില്ല. അയാൾക്ക് വേറെ വല്ല ബന്ധങ്ങളുണ്ടോ? അയ്യോ, തങ്കപ്പെട്ട മനുഷ്യൻ. കൈക്കൂലില്ല, അഴിമതിയില്ല, പക്ഷഭേദമില്ല, ഒരുത്തിനും പേടിയില്ല. ചില ലോറിക്കാരും ആനക്കാരും പോലെ അവിഹിത ബന്ധമില്ല. പക്ഷെ
അയാൾ നിന്റെ പെങ്ങളുമായുള്ള ബന്ധം നടന്നാൽ നമ്മൾ തമ്മിലുള്ള ബന്ധം തകരും. താമസിയാതെ നിന്റെ മാന്യതയുടെ കെട്ടുമട്ട് അഴിച്ചു വെച്ച് അകത്ത് പോയിരിക്കുന്നു. നീ പറഞ്ഞു വരുന്നത്? ഞാൻ പറഞ്ഞു വരുന്നതാ, ദുഃഖ വെള്ളിയാഴ്ച ഈ തവണ വെള്ളിയാഴ്ച തന്നെയാണ്. അയ്യോ എടാ, ഈ കല്യാണം നടന്ന മനസ്സമായിട്ട് കിടന്നുറങ്ങാൻ പറ്റില്ല. എസ്ഐനെ തന്നെ വേണം. നിന്റെ അച്ഛനും പെങ്ങൾക്ക് നിർബന്ധമാണ്. ആ ഗണത്തിൽപ്പെട്ട ഏതെങ്കിലും മണ്ണുണ്ണിനെ പിടിച്ചു കൊണ്ടുവന്ന് കല്യാണം കഴിച്ചു കൊടുക്കാം. നിനക്ക് ഇത് ഒറ്റയ്ക്ക് പൊളിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാനും കൂടാം. വേണേ നമുക്ക് തങ്കീനും പങ്കീനും കൂടരും മങ്കീനും കൂട്ടാം. പ്രസിദ്ധ നാടക നടൻ ചത്തമാടൻ ചാത്തനാടൻ. ചാത്തനാടൻ ആശാൻ തന്നെയല്ലേ? അതെ. അയ്യോ, കണ്ടിട്ട് മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായില്ല. ഞാൻ അങ്ങയുടെ ഒരു ആരാധകനാണ്, നാടകപ്രേമിയാണ്, ഷാർപ്പ് കോൺട്രാക്ടറാണ്. TS നമ്പർ 407, പേര് KK പൂച്ചാക്കൽ. വാറ്റ അനുഗ്രഹിച്ചാലും മകളെ ഭവിക്കട്ടെ. അങ്ങയുടെ ഒട്ടുമിക്ക നാടകങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. വെളിച്ചപ്പാടിന്റെ വെളിമ്പറമ്പ് എന്ന നാടകം 10 പ്രാവശ്യമാണ് ഞാൻ കണ്ടത്. അതിലെ വെളിച്ചപ്പാട് ഇപ്പോഴും എന്റെ കൺമുമ്പിലുണ്ട്. രോമാഞ്ചം. ചൊടലിയാന്നോ? അല്ല, ഭാവാപര്യം. ഇരിക്കൂ. ഇതുവഴി പോയപ്പോ ഒന്ന് പരിചയപ്പെടാമെന്ന് വെച്ച് കേറിയതാ. ഇപ്പൊ കളയ്ക്കൊന്നും പോകുന്നില്ലേ? അത് സംഭവബഹുലമായ ഒരു കഥയാണല്ല. മലയാള നാടകവേദിയിൽ മര്യാദയ്ക്ക് നാടകം കളിച്ചോണ്ടിരുന്ന എന്റെ ഒരു അത്യന്താധുനിക നാടകക്കാരൻ ഒരു ഊറ്റാന്താടി വിളിച്ചോണ്ട് പോയി. കൂടെ അഭിനയിക്കാൻ ആരുമില്ല. ആരുമില്ലായിരുന്നു. ഉണ്ട്. ചെണ്ട ഉണ്ടല്ലോ ചെണ്ട. ചെണ്ടയും ഞാനും മാത്രം. കർത്തം പൊങ്ങിയാൽ ഉടനെ അടി തുടങ്ങും. അടിക്കനുസരിച്ച് കളിച്ചോ. സംഭാഷണമില്ല, മുഴുവൻ ചുവടുവെപ്പുകളാ. തരികിടതോ ചിത്തിത്തരികിടതോ ആര് കോച്ചിയോ? 2.5 മണിക്കൂർ ചെണ്ടയടി കേട്ട് അമ്പലത്തിലെ ആന വരണ്ടു. എല്ലാവരും ഓടി, ഞാൻ മാത്രം ഓടിയില്ല. അപാര ധൈര്യം. ധൈര്യം കൊണ്ടല്ല നീയാ, ആന എന്നെ ചവിട്ടി പിടിച്ചിരിക്കുകയായിരുന്നു. ബോധം വരുമ്പോ ഞാൻ കോട്ടയ്ക്കലെ എണ്ണത്തോണിയില്ല. അതിനുശേഷം കീഴോട്ടൊരു ബലക്കുറവ്, ഒരേ ഇരിപ്പാ. അതാണ് ഇരുത്തം വന്ന നടനാണ് ആശാനെന്ന് എല്ലാവരും പറയുന്നത്. ഇപ്പോൾ അഭിനയിക്കുന്നില്ലെങ്കിലും ഈയിടെ അവാർഡൊക്കെ കിട്ടി. അകത്തിരിപ്പുണ്ട്, കാണിക്കണോ? പോകാൻ നേരത്ത് കാണാം. മക്കളൊക്കെ നല്ല നിലയിലായോ? കലാകാരന്മാർക്ക് മക്കളെ ശ്രദ്ധിക്കാൻ സമയമില്ലെന്നാണ് അസൂയക്കാര് പറയുന്നത്. മ്ലേച്ഛം. മൂത്തവൻ മരുന്നിന്റെ ബിസിനസ്സാ, പിന്നെ മോള, അവൾ MA-യും ടൈപ്പും കഴിഞ്ഞു നിൽക്കുന്നു. ഇപ്പോൾ അമ്പലത്തിൽ പോയിരിക്കുക. ഈശ്വര. ഇളയവൻ ദിനേശൻ സാറാനുള്ള പഠിത്തമൊക്കെ കഴിഞ്ഞ് അങ്ങനെ നിൽക്കുക. മകൾക്ക് കല്യാണമൊന്നും ആകുന്നു. പത്രം വഴി വന്നതാ. ഒരു SIയുടെ ആലോചന. നല്ല ബന്ധമാ. അതെത്രയും പെട്ടെന്ന് നടത്താനുള്ള ആലോചനയില്ല. SI തരക്കേടില്ലാത്ത ബന്ധമാ. ഏത് സ്റ്റേഷനിൽ SI? അതെനിക്കറിയത്തില്ല. ജയശങ്കർ എന്നാ പേര്. ജയശങ്കറോ? അയാൾ ഇപ്പോഴും ആലയനം കൂടി നടക്കുവാണോ? അയാളെ നേരത്തെ അറിയാം. പിന്നെ പ്രസിദ്ധനല്ലേ? വകയിൽ എന്റെ ഒരു ബന്ധുവാ. ഞാൻ ആരാധിക്കുന്ന ഒരാളുടെ കുടുംബമായതുകൊണ്ട് പറയുക, ഈ ബന്ധം വേണ്ട. ശരിയാവില്ല. കാര്യം എന്താണെന്ന് പറ. പുള്ളിക്കാരൻ കുറച്ചു കാലം ബോംബെയിലായിരുന്നു. അവിടുന്ന് മറ്റവനെയും കൊണ്ടാ വന്നത്. ഏത് മറ്റവൻ? എയ്ഡ്സ്. അവന്റെ രക്തം HMT പോസിറ്റീവാണ്. ചികിത്സയില്ലാത്ത പകർച്ചവ്യാധിയാ. അതുകൊണ്ടാണ് ജയശങ്കറിന് പ്രത്യേകം പോലീസ് സ്റ്റേഷൻ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. പ്രത്യേകം പോലീസ് സ്റ്റേഷനോ? മറ്റു പോലീസുകാർ സഹകരിപ്പിക്കത്തില്ല. സംശയം ഉണ്ടെങ്കിൽ എന്റെ കൂടെ വന്നോ, ഞാൻ കാണിച്ചു തരാം. അപ്പൊ വിശ്വാസം വരും. ഗഡ എടുക്കുന്നുണ്ടോ? ഇപ്പൊ വേണ്ട. കണ്ടോ, ജയശങ്കറിനുള്ള പ്രത്യേക സ്റ്റേഷൻ. കണ്ടോ, പുള്ളി ഇറങ്ങി വന്ന സ്റ്റേഷന്റെ ബോർഡ് കണ്ടോ? എയ്ഡ്സ് ഉള്ളവർക്ക് മാത്രം ഉള്ളതാ. ദൈവമേ, ഒരു വൻ ചതിയിൽ നിന്ന് രക്ഷപ്പെട്ടു.